അതൊരു തെറ്റിദ്ധാരണയാണ്. ഈ അടിച്ചാൽ മാത്രമേ കേസ് തെളിയുള്ളൂ. അത് അടിക്കാൻ ആഗ്രഹമുള്ളവർ പറഞ്ഞു വരുത്തുന്ന ഒരു കിംവദന്തിയാണ്. അടിക്കണമെന്ന് ആഗ്രഹം കാണും. പലപ്പോഴും അടിക്കുക എന്നുള്ളത് നമ്മുടെ അധികാരത്തിൻ്റെ ഒരു പ്രകടനമാണ്. ഞാൻ നിന്നെ പലപ്പോഴും ഒരാളെ ശിക്ഷിക്കണം, അതൊരു അന്തർലീനമായ ചിന്തയാണ്. കുറ്റവാളിയായ ആളുകളെ ശിക്ഷിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിനൊരു തൃപ്തി ഉണ്ടാകൂ എന്ന് കരുതുന്ന ഒത്തിരി ആളുകളുണ്ട്. അത് പോലീസുകാർ മാത്രമല്ല, പോലീസുകാരല്ലാത്തവർക്കും അങ്ങനെ നമ്മൾ പല വാർത്തകളും വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആരെങ്കിലും ഒരു കുറ്റം ചെയ്താൽ ഉടനെ അവൻ 2 അടി കൊടുക്കുക. അപ്പോൾ കള്ളനെ വഴിയിൽ നിന്ന് പിടിച്ചാൽ എല്ലാവരും 2 എണ്ണം കൊടുക്കും, വഴിയിൽ പോകുന്നവരെല്ലാം കൊടുക്കും. അത് പോലീസുകാരുടെ വാസനയല്ല. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു വാസനയുണ്ട്. കുറ്റവാളിയെ നമ്മൾ ഉടനെ ശിക്ഷിച്ചാൽ മാത്രമേ നമുക്കൊരു തൃപ്തിയാവുള്ളൂ. അത് കുറ്റാന്വേഷണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പലപ്പോഴും കൈവാട് പിടിച്ച കുറ്റവാളിയാണ് നാട്ടുകാർ അടിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു പിക്ക് പോക്കറ്റിനെ കൈവാട് പിടിച്ചാൽ പിന്നെന്തൊന്ന് കേസ് വിളിക്കാനായിട്ട് അവൻ പിക്ക് പോക്കറ്റാണ് തെളിഞ്ഞു കഴിഞ്ഞു. അവൻ പിക്ക് പോക്കറ്റ് ചെയ്ത വസ്തു അവനിൽ കണ്ടെടുത്ത് കഴിഞ്ഞു, അവൻ്റെ പണവും കണ്ടെടുത്ത് കഴിഞ്ഞു. പിന്നെ അവൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷെ എന്നാലും നാട്ടുകാർ 2 എണ്ണം അവന് കൊടുക്കും. അപ്പോൾ ഈ മാനസികാവസ്ഥയാണ് പലപ്പോഴും ഈ അടി ആവശ്യമാണ് എന്നുള്ള ഒരു തത്വശാസ്ത്രത്തിലേക്ക് പലരെയും നയിക്കുന്നത്.